ഹായ് എവരിവൺ, നമ്മൾ MMPF003യുടെ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം അതിന്റെ കോഴ്സ് കണ്ടന്റിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു 4 ബ്ലോക്കാണ് നമുക്കുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് ബ്ലോക്കില് ഫസ്റ്റ് ബ്ലോക്ക് എന്താണ് അതിൽ വരുന്നതെന്ന് ഒരു 3 യൂണിറ്റ്സ് നമുക്കുണ്ട്. അതിന്റെ ഒരു ബ്രോഡ് ആയിട്ടൊരു ഓവർവ്യൂ ഞാൻ ആദ്യം തരാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് മാനേജ്മെന്റ് കൺട്രോൾ കോൺസെപ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നാണ്. അതായത് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്താണെന്നും അതിന്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ മാനേജ്മെന്റ് കൺട്രോൾ എന്താണ്, ടൈപ്സ് ഓഫ് കൺട്രോൾ ഏതൊക്കെ എന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരിക. അതിനുശേഷം സ്ട്രാറ്റജിയും കൺട്രോളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ എങ്ങനെയാണ്, രണ്ട് തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രാറ്റജി എന്താണ്, ഒരു കമ്പനിയുടെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, സ്ട്രാറ്റജിക് ഇന്റന്റ് എന്താണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ നോക്കും. അതിനുശേഷം മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഡിസൈനിങ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം, ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അത് ഇംപ്ലിമെന്റ് ചെയ്യാം, അതിനെങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും മൂന്നാമത്തെ യൂണിറ്റിൽ. ഈ ഒരു 3 യൂണിറ്റ് ആണ് നമുക്ക് ആദ്യത്തെ ബ്ലോക്കിലുള്ളത്. നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ആദ്യത്തെ യൂണിറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ യൂണിറ്റിന്റെ പേര് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഇത് 2 പാർട്ടായിട്ടാണ്, കുറച്ച് ലെങ്തി ആണ് ഈ ഒരു യൂണിറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സെഷനിലെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ MBAസിന് ഒരുപാട് സബ്ജക്ട് നമ്മൾ പഠിച്ചു. നിങ്ങൾ എപ്പോഴും മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ടൊരു സബ്ജക്ട് പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെന്റിന്റെ ഫങ്ഷണൽ ഏരിയാസ് എന്തൊക്കെ. മാനേജ്മെന്റ് ഫങ്ഷൻസ് പറയുമ്പോൾ നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ് എന്നുള്ള ഒരു ഈ ഫങ്ഷൻസ് നമ്മൾ എനിക്കൊന്ന് +1 +2 കൊമേഴ്സ് എടുത്തവരൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ആസ്പെക്ട് ആയിരുന്നു കൺട്രോൾ. സോ കൺട്രോളിങ് എന്നുള്ളൊരു ഫംഗ്ഷൻ എന്താണ് മാനേജ്മെന്റിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് എന്താണ് മാനേജ്മെന്റിൽ. അപ്പൊ നമ്മൾ ആദ്യം അതായത് നോക്കാൻ പോകുന്നത് എന്താണ് കൺട്രോൾ, ഇനി സ്പെസിഫിക്കലി എന്താണ് മാനേജ്മെന്റ് കൺട്രോൾ, ഇനി എന്താണ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം, അതുപോലെ കോൺസെപ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, ഇതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺട്രോളും സ്ട്രാറ്റജിയും പ്ലാനിങ്ങും മറ്റുള്ള കോൺസെപ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും ഈ ഒരു യൂണിറ്റിൽ. കാരണം പലപ്പോഴും ഈ ടേംസ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സ്ട്രാറ്റജി കേൾക്കാറുണ്ട്, പ്ലാൻ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ വിഷൻ കേൾക്കാറുണ്ട്, മിഷൻ കേൾക്കാറുണ്ട്, കൺട്രോൾ കേൾക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺട്രോളിന് ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്, ഇനി മാനേജ്മെന്റ് കൺട്രോൾ എത്തിക്സിന്റെ എന്താണ് റോൾ ഉള്ളത്, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നേച്ചർ, ഡെഫിനേഷൻ ആൻഡ് പർപ്പസ് ഓഫ് മാനേജ്മെന്റ് കൺട്രോൾ. ഒരു മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന് ബ്രോഡ്ലി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ ആൻഡ് ദി ഓപ്പറേഷൻ ഓഫ് മാനേജ്മെന്റ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ബ്രോഡ്ലി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഒരു മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം വരും. നമ്മളത് ഡിസൈൻ ചെയ്യുന്നത് ഒരു കൺട്രോൾ സിസ്റ്റത്തെ, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതും പ്രോപ്പർലി, ഇതെല്ലാം മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു ബ്രോഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ടാകും. ഇപ്പൊ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി നമ്മൾ ആദ്യം പഠിക്കണം. കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മള് ഒരു പ്ലാൻ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു, അതുപോലെ പെർഫോമൻസ് സെപ്പറേറ്റ് വരുന്നു, അല്ലെങ്കിൽ അതിനുശേഷം പെർഫോമൻസ് വരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പെർഫോമൻസും ഈ ടാർഗറ്റ് തമ്മിൽ നമ്മൾ ഒരു താരതമ്യ പഠനം നടത്തുന്നു. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുന്നു എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്, അതോ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ. ഇതാണ് ഒരു ബേസിക് പ്രോസസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് പ്ലാനിങ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ മുൻകൂട്ടി കാണണം, ടാർഗറ്റ് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം, എന്നിട്ട് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, അത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു, ഡീവിയേഷൻ ഉണ്ടോ അതനുസരിച്ച് നമ്മൾ റെമഡിയൽ ആക്ഷൻസ് എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ബ്രോഡ് അംബ്രല എന്ന് പറഞ്ഞ കൺട്രോൾ സിസ്റ്റം ആണ്. അതിന്റെ സബ് ഡിവിഷൻ ആയിട്ടാണ് എപ്പോഴും മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം വരുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഓർഗനൈസേഷൻ ഒരു ബ്രോഡ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്. അതിൽ തന്നെ എത്രത്തോളം ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്, എത്രത്തോളം ഡിവിഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കോൺഗ്ലമറേറ്റ് എടുത്ത് നോക്കാം, ജിയോയോ അല്ലെങ്കിൽ ITC എടുത്ത് നോക്കാം. അവർക്ക് ഹോട്ടൽ ഉണ്ട്, ഹോട്ടൽ ഡൈവേസ്റ്റ് ചെയ്തു എന്ന് കേട്ടു. അല്ലെങ്കിൽ അവർക്ക് പേപ്പർ ബോട്ട്, അതുപോലെ പല ടൊബാക്കോയുടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട്, FMCG യുടെ ഡിവിഷൻ വരുന്നുണ്ട്. സോ അങ്ങനെ പല ഡിവിഷൻസ് ഉണ്ട് അവർക്ക്.
അല്ലെ? അപ്പോ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് ഭയങ്കര കോംപ്ലക്സ് ആണ്. പല പല ഡിവിഷൻസ്, പല പല യൂണിറ്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് സെന്റേഴ്സ് നമ്മൾ വിളിക്കുന്നത് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എന്നാണ്. ഓരോ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഓരോ ഡിവിഷനും ആ ഒരു പെർട്ടിക്കുലർ വർക്കിന്റെ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്തിരിക്കുന്ന സെന്റർ ആണ്. അപ്പോ ഈ ഒരു റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിന്റെ പെർഫോമൻസ് എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്നു, അതുപോലെ ഈ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് തമ്മിൽ ഇൻഫർമേഷൻസ് ഫ്ലോ ചെയ്യണം, ഈ പറഞ്ഞ ഓരോ യൂണിറ്റ്സും തമ്മിൽ. സോ ഇതെല്ലാം ആക്ച്വലി മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വേറൊരു മീനിങ് കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ്, ലാസ്റ്റ് പോയിന്റ്: പ്രോസസ് ഓർ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ സ്റ്റെപ്സ് ഓർ ഡിസിഷൻ ദാറ്റ് ആർ ടേക്കൺ ബൈ ആൻ ഓർഗനൈസേഷൻ ഓർ മാനേജേഴ്സ് ടു എസ്റ്റാബ്ലിഷ് പർപ്പസസ്, അലോക്കേറ്റ് റിസോഴ്സസ് ആൻഡ് അച്ചീവ് ഓർഗനൈസേഷണൽ പർപ്പസ്. അതായത് ഓർഗനൈസേഷന്റെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു ലക്ഷ്യം എന്ന് നമ്മൾ സെറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ആ ഒരു ലക്ഷ്യം നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ റിസോഴ്സസ് എന്തും ആകും, മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി, എന്തും ആയിക്കോട്ടെ, ആ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അലോക്കേറ്റ് ചെയ്യുക ഓരോ ആക്ടിവിറ്റിയിലേക്കും. അതിനുശേഷം ഇതിനെല്ലാം നമ്മൾ പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഈ ഒരു എൻറ്റയർ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിന് നമുക്ക് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ പരിധിയിൽ വരാൻ പറ്റും. നമ്മൾ കുറച്ച് മുന്നേ നോക്കുമ്പോൾ ഒരു പഴയ ഫോക്കസ് എപ്പോഴും ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ POSDCOR. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ +1, +2 കൊമേഴ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബജറ്റിംഗ്. ഇതാണ് കൺവെൻഷനലി ഇഫ് യു ലുക്ക്, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നത് മാനേജ്മെന്റ് കൺട്രോളിന്റെ. പക്ഷെ ഈ ഒരു അപ്രോച്ചിൽ ഇതൊരു ജനറിക് അപ്രോച്ച് ആണ്. ഈ ഒരു ജനറിക് ആണ്, ഒരു ബ്രോഡർ ആണ്. ഈ ഒരു അപ്രോച്ചിൽ നിന്നിട്ടാണ് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടൊരു ഡെഫിനിഷനിലേക്ക് നമ്മൾ വരുന്നു. മാനേജ്മെന്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ് ബൈ വിച്ച് മാനേജേഴ്സ് ഇൻഫ്ലുവൻസ് other members of the organization to implement the organizational strategies. ഓരോ ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജീസും അവരെടുക്കുന്ന സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. അതായത് ഒരു കോമൺ ഗോൾ, നമ്മുടെ ഓർഗനൈസേഷൻ ഒരു കോമൺ ഗോൾ ഉണ്ട്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈ വിച്ച് മാനേജർ ഇൻഫ്ലുവൻസ് എല്ലാ മെമ്പേഴ്സിനെയും, ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരു കോമൺ ഗോളിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഇപ്പൊ മാനേജ്മെന്റ് കൺട്രോളിൽ ഒരു വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാകാം. നമ്മുടെ ഒരു പഴയ അപ്രോച്ചിൽ നിന്ന് നമ്മൾ പുതിയ അപ്രോച്ചിലേക്ക് വരുമ്പോൾ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാകാം. എന്തൊക്കെയാണ്? പ്ലാനിങ്. നമുക്കറിയാം എല്ലാ ഓർഗനൈസേഷനും പ്ലാൻസ് പ്രിപ്പയർ ചെയ്യണം. പ്ലാൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ പല പല ഡിവിഷൻസ് ഉണ്ട്, സോ അതിനെ കോർഡിനേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇൻഫർമേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പല പല ഡിവിഷൻസ് ആയിട്ടോ വിതിൻ ദ മാനേജീരിയൽ ലെവലിലോ സൂപ്പർവൈസേഴ്സ് ആയിട്ടോ എംപ്ലോയീസ് ആയിട്ടോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇൻഫർമേഷൻസ് ഇവാലുവേറ്റ് ചെയ്യണം, നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കാനായാലും അത് ഇവാലുവേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഡിസൈഡ് വാട്ട് ഇഫ് എനി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ആൻഡ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു ചേഞ്ച് ബിഹേവിയർ. സോ ഇതാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം മാനേജ്മെന്റ് കൺട്രോളിന്റെ ഭാഗമാണ്. പ്ലാൻ ചെയ്യണം, ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യണം, നമ്മുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം, ഡിസിഷൻസ് നമ്മൾ എടുക്കണം, ആളുകളെ നമ്മൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും വേണം. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ് കൺട്രോൾ പ്രോസസ്. അപ്പൊ ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ഇൻട്രൊഡക്ഷനിൽ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ ബ്രോഡ് ആയിട്ട് എഴുതിയിരുന്ന കാര്യം നമ്മൾ സമ്മറൈസ് ചെയ്ത് ചെറിയ ചെറിയ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ് കൺട്രോൾ പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് തന്നെ. നമ്മൾ തൊട്ട് മുന്നേ എന്താണ് പറഞ്ഞത്? ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് പ്ലാൻ ചെയ്തു, കോർഡിനേറ്റ് ചെയ്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഡിസിഷൻ എടുക്കുന്നു, മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്നതാണ് 3 എലമെന്റ്സ്. ഒന്ന് വിഷനിങ്, 2 ഡിസിഷൻ മേക്കിംഗ്, 3 ലീഡിങ്. വിഷനിങ് എന്ന് പറയുന്നത് വിഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ എന്തായിരിക്കണം, എന്താണ് ഓർഗനൈസേഷന്റെ പർപ്പസ്, എന്താണ് ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്നത് ഇൻ ദ ലോങ് ടേം. അടുത്തത് ഡിസിഷൻ മേക്കിംഗ്, ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ആ ഇൻഫർമേഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും അതിന്റെ ബേസിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ എലമെന്റിലാണ് വരുന്നത്. 3 ലീഡിങ്. ഒരു ഗുഡ് ലീഡറും കൂടി ആവണം, നമ്മൾ ലീഡ് ചെയ്യണം. ആരാ? നമ്മുടെ എംപ്ലോയീസിന്, നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ആളുകളെ, അവരുടെ ബിഹേവിയർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യണം ടു ചേഞ്ച് ദെയർ ബിഹേവിയർ ടുവേർഡ്സ് അച്ചീവിംഗ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഇനി ഇത് മാത്രമല്ല വേറെ കുറെ ഡെഫിനിഷൻസ്. ഇത് ഒരാളുടെ പെർസ്പെക്റ്റീവ് ആണ്. ഇതുപോലെ തന്നെ എല്ലാവരും മാനേജ്മെന്റ് കൺട്രോളിനെ പറയണമെന്നില്ല. വേറൊരു പെർസ്പെക്റ്റീവ് പറയുന്നത് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ഡീൽസ് all of which relate to the process of organizing the resources and directing activities to achieve organizational objective. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓർഗനൈസേഷൻ സംബന്ധിച്ച് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, അല്ലെ? മെൻ ആകട്ടെ, മെറ്റീരിയൽ ആകട്ടെ, മെഷീൻ ആകട്ടെ, മണി ആവട്ടെ, നോളജ് എല്ലാം. അപ്പൊ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓർഗനൈസ്
ഓർഗനൈസ് ചെയ്യുന്നു. അത് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നു, ഡയറക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് വേണ്ടി. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ദ ഫ്രെയിംവർക്ക് ഓഫ് ഫങ്ഷൻസ്, റിസോഴ്സസ് ആൻഡ് പ്രോസസ് എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതാണ് തൊട്ടടുത്ത ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത് എലമെന്റ്സ് ഓഫ് ബ്രോഡ് ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു ഈ ഒരു ഡെഫിനേഷൻ തന്ന ഒരു ഓതറിന്റെ ഫ്രെയിംവർക്ക് ആണ്. ഞാൻ പറഞ്ഞു മാനേജ്മെന്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഒരു കോമൺ ഗോളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാനാണ്. സോ അതിന് ഉപയോഗിക്കുന്ന ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ, നമുക്ക് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ച് കുറെ ബ്രോഡ് ഏരിയാസ് ഉണ്ട്. പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡെവലപ്മെന്റ്, ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ്, അതുപോലെ തന്നെ ഫൈനാൻസ്. അപ്പൊ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സും പ്രോസസ്സും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്റ്റും സർവീസ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ. അതുപോലെ പ്രോസസ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇത്തരം ഫംഗ്ഷൻസ് ആണ് നമുക്കുള്ളത്: പ്രൊഡക്റ്റ്, ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ് ആൻഡ് ഫൈനാൻസ്. അതുപോലെ നമുക്കുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, മെൻ അല്ലെങ്കിൽ പീപ്പിൾ, മണി, മെഷീൻ ആൻഡ് ഇൻഫർമേഷൻ. അതും ഒരു റിസോഴ്സ് ആണ്, നോളജ്. ഇനി പ്രോസസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഒബ്ജക്റ്റീവ് സെറ്റിംഗ്, 2 സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് കൺട്രോൾ. നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആദ്യം സെറ്റ് ചെയ്യുന്നു, അതിനുവേണ്ട സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നു, അത് നമ്മൾ അവസാനം കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടോ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യും. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു കെന്നത്തെ മെർച്ചന്റിന്റെ ഡെഫിനേഷൻ ആണ് വരുന്നത് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന്. ഇനി ഈ കെന്നത്ത് മെർച്ചന്റ് തന്നെയാണ് പറയുന്നത് ദിസ് കൺട്രോൾ is actually separates the management function along the process continuum involving object setting, strategy formulation and control. അപ്പൊ മാനേജ്മെന്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു എൻറ്റയർ പ്രോസസ് ആണ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന മുതൽ അതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് മുതൽ അവസാനം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 3 ടൈപ്പ് ഓഫ് കൺട്രോൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിൽ 3 കൺട്രോൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ആക്ഷൻ കൺട്രോൾ, 2 റിസൾട്ട് കൺട്രോൾ, 3 പേഴ്സണൽ ആൻഡ് കൾച്ചറൽ കൺട്രോൾ. നിങ്ങൾക്ക് ഈ 3 ഈ ഒരു ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ ഗ്രാഫ് കണ്ടോ ഈ അടിയിൽ ഫിഗർ 1.1, 3 ടൈപ്പ് ഓഫ് കൺട്രോൾസ്: ആക്ഷൻ കൺട്രോൾ, പേഴ്സണൽ, കൾച്ചറൽ ആൻഡ് റിസൾട്ട് കൺട്രോൾ. ഇതിൽ എന്താണ് ആക്ഷൻ കൺട്രോൾ? ആക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് എൻഷുർ ദാറ്റ് ദ എംപ്ലോയീസ് പെർഫോം, അല്ലെങ്കിൽ പെർഫോം ചെയ്യാതിരിക്കുന്നുണ്ടോ സർട്ടൻ ആക്ഷൻസ് നോൺ ടു ബി ബെനഫിഷ്യൽ ഓർ ഹാർംഫുൾ ടു ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ചിലപ്പോൾ ഗുണം ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ദോഷം വരുന്നതാകുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പൊ ഗുണം വരുന്ന കാര്യങ്ങൾ എംപ്ലോയീസ് കറക്റ്റ് ചെയ്യുന്നുണ്ടോ, ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടോ, അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യും. ഇതാണ് ആക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. റിസൾട്ട് കൺട്രോൾ എന്ന് പറയുന്നത് റിവാർഡിങ് ഇൻഡിവിജ്വൽസ്. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആണെന്നൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, ഓർ ഫോർ ജനറേറ്റിംഗ് ഗുഡ് റിസൾട്ട്സ്. അപ്പോൾ നല്ല റിസൾട്ട് ഓർഗനൈസേഷന് വേണ്ടി ഉണ്ടാക്കുന്നവർക്ക് നമ്മൾ റിവാർഡ് ചെയ്യുന്നു നല്ല രീതിയിൽ. അതേസമയം ചീത്ത റിസൾട്ട് അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് അല്ല, പുവർ പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ പണിഷ് ചെയ്യുന്നു. പണിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പണിഷ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻക്രിമെന്റ്സ് കട്ട് ചെയ്യുന്നതാകാം, ചിലപ്പോ നമ്മൾ ജോബ് പോലും കളയുന്ന ഒരു എക്സ്റ്റെന്റിലേക്ക് പോയേക്കും. പേഴ്സണൽ ആൻഡ് കൾച്ചറൽ കൺട്രോൾ എന്ന് പറയുന്നത് ടേക്കിംഗ് സ്റ്റെപ്സ് ദാറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എംപ്ലോയീസ് കൺട്രോൾ ദെയർ ബിഹേവിയർ ഓർ കൺട്രോൾ ഈച്ച് അതേഴ്സ് ബിഹേവിയർ. പേഴ്സണൽ ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ കുറെ കൂടി ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആണ്. ഞാനൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ എന്റെ കൾച്ചർ അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ കുറെ ട്രേറ്റ്സുകൾ അത് അവിടെ എഫക്ട് ആകാം. ഇനി ഞാൻ വർക്ക് ചെയ്ത ഓർഗനൈസേഷൻ ഒരു കൾച്ചർ ഉണ്ടാകും, അതും ചിലപ്പോൾ മോശമാകാം, നല്ലതാകാം. സോ അതാണ് പേഴ്സണൽ ആൻഡ് കൾച്ചറൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസ് അവരുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബിഹേവിയർ. സോ അതാണ് നമ്മൾ 3 ടൈപ്സ് ഓഫ് കൺട്രോൾ. അപ്പൊ നോട്ട് ചെയ്യുക: ആക്ഷൻ കൺട്രോൾ, റിസൾട്ട് കൺട്രോൾ, പേഴ്സണൽ ആൻഡ് കൾച്ചറൽ കൺട്രോൾ. ഇനി വേറൊരു പെർസ്പെക്റ്റീവ്, മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് നമുക്ക് കാണാം. ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനേജ്മെന്റ് ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഫൈനാൻസ്, മാർക്കറ്റിംഗ്, HRD എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, മാനുഫാക്ചറിംഗ്, പ്രൊഡക്ഷൻ, സപ്ലൈ ചെയിൻ എല്ലാം വരും, ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാം. അപ്പോ ഈ പറഞ്ഞ മാനേജ്മെന്റ് ഫങ്ഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രൈമറി ബേസിസ് ഫോർ ദ ഡിസൈൻ ഓഫ് ദി മാനേജ്മെന്റ് കൺട്രോൾ വിതിൻ ഈച്ച് ഫംഗ്ഷൻ. ഓരോ ഫംഗ്ഷനിലെയും മാനേജ്മെന്റ് കൺട്രോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഓരോ ഫംഗ്ഷൻസിന്റെ ബേസിസിലായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എങ്ങനെയാണ്, ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ ഒരു ഫംഗ്ഷണൽ അപ്രോച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്, അതാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ്, ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം കൺട്രോൾ സിസ്റ്റം ഫ്രെയിംവർക്കിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നു ഒബ്ജക്റ്റീവ് സെറ്റിംഗ് അല്ലെങ്കിൽ സ്ട്രാറ്റജി ഫോർമുലേഷൻ. അതുപോലെ രണ്ടാമത് വരുന്നത് മാനേജ്മെന്റ് കൺട്രോൾ,
മൂന്നാമത് വരുന്നതാണ് ടാസ്ക് കൺട്രോൾ. ഇങ്ങനെ 3 കൺട്രോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ എഴുതിയിരിക്കും. ഇതാണ് നമ്മൾ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലും നമ്മൾ കൺട്രോൾ സിസ്റ്റം സെറ്റ് ചെയ്യുകയാണ്. അതിൽ നമ്മൾ ഒന്ന് ഒബ്ജക്റ്റീവ് സെറ്റിംഗ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ബേസിൽ നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മാനേജ്മെന്റ് കൺട്രോൾ. ഓക്കെ, എന്താണ് നമ്മുടെ ആക്ച്വൽ സെറ്റ് ചെയ്ത ടാർഗറ്റ്, അതിന് ഡീവിയേഷൻ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ടാസ്ക് കൺട്രോൾ വരുന്നു. ഇനി നമുക്ക് ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് എലമെന്റ്സിലേക്ക് പോകാം ഓഫ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം. ഈ സം വെൽ നോൺ മെറ്റഫേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ തെർമോസ്റ്റാറ്റ്, ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ, ഡ്രൈവിംഗ് സിസ്റ്റം ഓഫ് ഓട്ടോമൊബൈൽ, ട്രാഫിക് കൺട്രോൾ, ബ്ലാക്ക് ബോക്സ്, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ ഓരോ കീ ഐഡിയാസ് ഉണ്ട്. അത് ഞാൻ തൊട്ടടുത്ത ടേബിളിലും കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ തെർമോസ്റ്റാറ്റ്, അല്ലെങ്കിൽ അത് വേണ്ട, ബോഡി ടെമ്പറേച്ചർ നോക്ക്. ഇറ്റ്സ് എ നേച്ചർ മോഡൽ ഓഫ് കൺട്രോൾ. ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാൻ മെഷീൻ കൺട്രോൾ മോഡലാണ്. ട്രാഫിക് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ യെസ് നോ കൺട്രോൾ മോഡലാണ്. ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡലാണ്. തെർമോസ്റ്റാറ്റ് ഒരു എഞ്ചിനീയറിംഗ് മോഡൽ ഓഫ് നിങ്ങൾ ഏത് സിസ്റ്റം ഇപ്പൊ ഏത് കൺട്രോൾ, ട്രാഫിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കൺട്രോൾ അല്ലേ ആക്ച്വലി. അതുപോലെ തന്നെ ബ്ലാക്ക് ബോക്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓട്ടോമൊബൈൽ ഡ്രൈവിംഗ് സിസ്റ്റം, എല്ലാത്തിനും അതിൻ്റെതായ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓർഗനൈസേഷനിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരുപാട് ഡിവിഷൻസ്, ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. സോ ദർ ഷുഡ് ബി എ പ്രോപ്പർ കൺട്രോൾ സിസ്റ്റം ടു കൺട്രോൾ ഓൾ ദീസ് ആസ്പെക്ട്സ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഞാൻ ഈ ടൈപ്സിലേക്ക് വരാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കുറച്ച് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോ ഈ പറഞ്ഞ ഒരുപാട് മെറ്റഫേഴ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം ഉണ്ട് അല്ലെ. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ മെയിൻ ആയിട്ട് ഇത് ഐഡിയ എന്താണ്? മെയിൻ ആയിട്ട് നമുക്ക് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. സോ ദർ ഷുഡ് ബി എ കൺട്രോൾ സിസ്റ്റം കൺട്രോൾ ഓൾ ദീസ് ആസ്പെക്ട്. പിന്നെ കൺട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡീവിയേഷൻ ഉണ്ടോ പെർഫോമൻസിൽ, ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് പെർഫോമൻസിൽ ഡീവിയേഷൻ ഉണ്ടോ, അതിന് കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റുമോ. പക്ഷെ എല്ലാ സിസ്റ്റത്തിലും ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഇവിടെ കാട്ടിയ കൺട്രോൾ സിസ്റ്റങ്ങളിൽ പലതിലും എല്ലാത്തിലും ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ വന്ന് അതിന് കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന സിസ്റ്റം ആവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് സിസ്റ്റം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓപ്പൺ സിസ്റ്റം, അതുപോലെ തന്നെ രണ്ട് ക്ലോസ് ലൂപ്പ് സിസ്റ്റം. ഒന്ന് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, രണ്ട് ക്ലോസ് ലൂപ്പ് സിസ്റ്റം. ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്, അതിന് മുന്നേ ഞാൻ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസ് ഫംഗ്ഷനിങ് ടുഗദർ ഇൻ കോർഡിനേഷൻ ടു പെർഫോം എ കോമൺ ഫംഗ്ഷൻ. ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന് ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കോമ്പോണൻസ് ഫംഗ്ഷൻ ചെയ്യാനാണ്. അതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഏത് സിസ്റ്റം എടുത്താലും അതാണ്. ഇപ്പൊ ഓട്ടോമൊബൈലിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? ബേസിക് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഒരു ഓട്ടോമൊബൈൽ. സോ ഒരുപാട് കോമ്പോണൻസ് ചേർന്നിട്ടാണ് ആ ഒരു ബേസിക് പർപ്പസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രോൾ സിസ്റ്റം ആണ് നമുക്ക് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്. അതായത് there is no provision within the system for the supervision of the output. അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് മെഷർ ചെയ്യാനായിട്ട് ഒരു പ്രൊവിഷൻ ആ സിസ്റ്റത്തിൽ ഇല്ല. And also there is no mechanism to provided to correct the system behavior for any lack of proper performance or system component. എന്തിന്റെയെങ്കിലും ഒരു പ്രോപ്പർ പെർഫോമൻസ് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഡീവിയേഷൻ വന്നാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ആ സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഓട്ടോമാറ്റിക് സിറ്റി ട്രാഫിക് സിസ്റ്റം, അലാം ക്ലോക്ക്, വാഷിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾ ആണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന് വരുന്നത്. ഇനി ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. അപ്പോൾ ഇത് ഡ്രിവൺ ബൈ ടു സിഗ്നൽസ്. ഒന്ന് ഇൻപുട്ട് സിഗ്നൽ നമുക്കുണ്ട്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് സിഗ്നൽസ് ഉണ്ട്. ഫീഡ്ബാക്ക് സിഗ്നൽ എപ്പോഴും ഡിറൈവ് ചെയ്യുന്നത് അതിന്റെ ഔട്ട്പുട്ട് എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സെറ്റ് ചെയ്യുന്നു, അതിനെ ആക്ച്വലി മെഷർ ചെയ്യുന്നു, ഡീവിയേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, അതിന്റെ ബേസിൽ നമ്മൾ കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെയും അതുപോലെയാണ്, ഔട്ട്പുട്ടിൽ നിന്നിട്ടാണ് ആക്ച്വലി ഫീഡ്ബാക്ക് സിഗ്നൽ ഡിറൈവ് ചെയ്യുന്നത്. ഇത് മറ്റേതുപോലെയല്ല. ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസം ആണ് വരുന്നത്. ഇനി കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഫോർ ദ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഫോർ ദി കൺട്രോൾസ് ഇൻ ഓർഗനൈസേഷൻ. 4 എലമെന്റ്സ് ഓഫ് കൺട്രോൾ ആണ് ഒരു ഓർഗനൈസേഷനിൽ പറയുന്നത്. ഈ എലമെന്റ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം ആണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിൽ കാണാം. ഒന്ന് ഫസ്റ്റ് ആ ഒരു വലിയ ഒരു സ്ക്വയറിൽ ഐഡന്റിറ്റി ബീയിങ് കൺട്രോൾഡ്, പിന്നെ ഡിറ്റക്ടർ, പിന്നെ എഫക്ടർ, പിന്നെ സെലക്ടർ, ദെൻ കൺട്രോൾ ഡിവൈസ്. ഈ ബോക്സിലുള്ളതെല്ലാം എലമെന്റ്സും ആരോസ് ഡിനോട്ട് ചെയ്യുന്നത് അതിന്റെ കമ്മ്യൂണിക്കേഷൻ മീൻസും ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഓരോ എലമെന്റ്സും എന്താണെന്നുള്ളത്. ഒരെണ്ണം മെഷറിംഗ് ഡിവൈസ്, ഒരെണ്ണമാണ് നമ്മൾ പറയുന്നത് ഡിറ്റക്ടർ. ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടാമത്തെ സ്ക്വയറിൽ വരുന്ന ഡിറ്റക്ടർ. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേര് ആക്ച്വലി മെഷറിംഗ് ഡിവൈസ് എന്നാണ്. മെഷറിംഗ് ഡിവൈസ്. സോ ഫസ്റ്റ് വൺ ഈസ് മെഷറിംഗ് ഡിവൈസ് ദാറ്റ് ഡിറ്റക്ട്സ് ദി ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് ദ വേരിയബിൾ അണ്ടർ കൺട്രോൾ. ഒരു ഡിറ്റക്ടർ എന്ന് പറയുന്നത് അതിന്റെ ആക്ച്വൽ സ്റ്റേറ്റ് എന്താണ്, ആക്ച്വൽ പെർഫോമൻസ് എന്താണെന്ന് മെഷർ ചെയ്യുന്ന മെഷറിംഗ് ഡിവൈസ് ആണ് ഡിറ്റക്ടർ.
രണ്ടാമത്തതാണ് സെലക്ടർ. നിങ്ങളുടെ തൊട്ടടുത്ത് കാണുന്നതാണ്, ഈ ഡിറ്റക്ടറിന്റെ വലതുവശത്ത് കാണുന്നതാണ് സെലക്ടർ. സെലക്ടർ എന്ന് പറഞ്ഞ ഒരു അസസിംഗ് ഡിവൈസ് ആണ്. അതായത് ഇറ്റ്സ് യൂഷ്വലി ബൈ കമ്പയറിംഗ് ഷോസ് ദ ഡിഫറൻസസ് ഓർ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ആക്ച്വൽ സ്റ്റേറ്റ് ആൻഡ് ദ ഡിസയർഡ് സ്റ്റേറ്റ്. സോ നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു സെലക്ടർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ അസസിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിച്ചത് എന്ത്, ആക്ച്വൽ ആയിട്ട് വന്നത് എന്ത്. സോ ഒരു കമ്പാരിസൺ ആണ് അസസിംഗ് ഡിവൈസ് അല്ലെങ്കിൽ സെലക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓൾട്ടറിംഗ് ഓർ കറക്റ്റിംഗ് ഡിവൈസ്. അതാണ് ഡിറ്റക്ടറിന്റെ അടിയിലുള്ള എഫക്ടർ. ഓൾട്ടറിംഗ് അല്ലെങ്കിൽ കറക്റ്റിംഗ് ഡിവൈസ് വിച്ച് ക്യാരീസ് ഔട്ട് ദ നെസസറി ഓൾട്ടറേഷൻ ഓർ കറക്ഷൻ ഇൻ ദി ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് ദി വേരിയബിൾ ടു അച്ചീവ് ദ ഡിസൈർഡ് സ്റ്റേറ്റ്. അപ്പൊ പെർഫോമൻസ് പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് കിട്ടണമെങ്കിൽ, ഡിസയർ നമ്മൾ ആഗ്രഹിച്ച സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, കറക്റ്റ് ചെയ്യുന്നതാണ് എഫക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി. ഇനി അടുത്ത ലാസ്റ്റ് ആണ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ. ബിസൈഡ്സ് ദീസ് ത്രീ എലമെന്റ്സ്, അതായത് ഡിറ്റക്ടറും സെലക്ടറും എഫക്ടറും എല്ലാം ഒഴിച്ചാലും ദി കൺട്രോൾ സിസ്റ്റം ഓൾസോ ഇൻക്ലൂഡ്സ് എ മീൻസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ. അതാണ് ആരോസ് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്. സച്ച് ആസ് ഡയറക്റ്റീവ്സ്, ഗൈഡ് ലൈൻസ്, ഫീഡ്ബാക്സ് എക്സെട്ര. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. സോ ഇതാണ് 4 എലമെന്റ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്തു. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ MCS. എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ഷുഡ് ബി ടൈറ്റ്ലി ഇന്റഗ്രേറ്റഡ് വിതിൻ എ കമ്പനീസ് പ്ലാൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്. കമ്പനിയുടെ പ്ലാൻസും കമ്പനിയുടെ ഒബ്ജക്റ്റീവും ഒരു സ്ഥലത്ത്, മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വേറൊരു രീതിയിലും ആയിക്കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് മുന്നോട്ട് പോവില്ല, അതൊട്ടും ഫീസിബിൾ ആവില്ല. സോ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അത് എപ്പോഴും കമ്പനിയുടെ പ്ലാൻസും അല്ലെങ്കിൽ അതിന്റെ കമ്പനിയുടെ ഒബ്ജക്റ്റീവിന്റെ ബേസിലാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തേത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മാനേജ് ഡിസിഷൻ മേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. അപ്പൊ ഒന്ന് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, കാരണം ഓർഗനൈസേഷൻ സ്ട്രക്ചർ പലതാകാം. ചില ഓർഗനൈസേഷൻ വളരെ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ ആണ്. ബ്യൂറോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാനേജർ അടിയിൽ വേറൊരു മാനേജർ, പിന്നെ ഒരു മാനേജർ, പിന്നെ ഡിവിഷണൽ മാനേജർ, പിന്നെ ഫംഗ്ഷണൽ മാനേജർ. സോ ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പക്ഷെ ഒരു ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ പുതിയതായിട്ടുള്ള ഒരുപാട് കമ്പനീസ്, നിങ്ങൾ ഇവയോ അങ്ങനെ എന്ത് കമ്പനി എടുത്താലും ഒരു ഭയങ്കര ഹൈറാർക്കി അല്ല സ്ട്രക്ചർ. അത് കുറെ ഒരു ഫ്ലാറ്റ് ഓർഗനൈസേഷൻ ആണ്. കാരണം എന്താണ്, നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റിക് സംഭവങ്ങൾ വരുന്നില്ല. ഒരാളുടെ റിപ്പോർട്ട് ചെയ്യണം, പിന്നെ അതിന്റെ മേളിൽ ഇപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിരിക്കും നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്നതും മീറ്റിംഗിൽ ഇരിക്കുന്നതും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ആ ഒരു എന്താ പറയുക റെറ്റാപ്പിസും ഇല്ല, ലൈക്ക് ഒരുപാട് ഡിലേ വരുന്നില്ല നമ്മൾ റിപ്പോർട്ടിങ്. സോ അപ്പൊ ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അനുസരിച്ചിട്ടിരിക്കും അല്ലെ. ഒരു ഡിവിഷണൽ അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചർ ഉള്ള ഒരു കമ്പനി, ഒരുപാട് മൾട്ടിപ്പിൾ ഡിവിഷണൽ മാനേജറിന്റെ ഉള്ള കമ്പനീസ് ഡിസൈൻ ചെയ്ത പോലെ എല്ലായിരിക്കും ഒരു സിംഗിൾ ഡിവിഷൻ മാത്രമുള്ള കമ്പനിയാണ്. ഓക്കെ, അടുത്തത് എഫക്റ്റീവ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ഷുഡ് യൂസ് എ വെറൈറ്റി ഓഫ് റിവാർഡ്സ് റിലേറ്റഡ് ടു ദ ഫുൾഫിൽമെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് ടു എൻകറേജ് മാനേജേഴ്സ്. സോ ഒരു നല്ല എഫക്റ്റീവ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവരുടെ ഒരു ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ റിവാർഡ് ചെയ്യാനും പറ്റണം. അവരെ നല്ല രീതിയിൽ റിവാർഡ് ചെയ്യാൻ വേണം. മേ ബി ഇൻ ദ ഫോം ഓഫ് നല്ല കോമ്പൻസേഷൻ, നല്ല പെർക്വസിറ്റ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് റിവാർഡ് ചെയ്യാവും. അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഡിസൈൻ ഓഫ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം. ഒരുപാട് ഫാക്ടേഴ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം ഭയങ്കര സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നിങ്ങൾ പക്ഷേ പോയിന്റ്സ് എക്സാമിന് പഠിച്ചു വെക്കാം. ഒരു ഞാൻ ഇത്ര നേരം പറയുന്നത് കുറെ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം. സോ ഒരു മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിലെ ഫാക്ടേഴ്സ് ഒന്ന് എന്റർപ്രൈസിന്റെ സൈസ് ആൻഡ് സ്പ്രെഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓർഗനൈസേഷൻ സ്ട്രക്ചർ അനുസരിച്ച് മാറുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ലാർജ് വേഴ്സസ് സ്മോൾ ഫേം, അത് ഓഫ് കോഴ്സ് അതൊരു ഒരു പ്രശ്നമാണ്. ലാർജ് ഫേം ഡിസൈൻ ചെയ്യുന്ന പോലെയല്ല സ്മോൾ ഫേം. കാരണം ലാർജ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, ഞാൻ എക്സ്പ്ലനേഷൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് ഓർഗനൈസേഷൻ ഫോം, ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, ഓർഗനൈസേഷൻ ഫോം എങ്ങനെയാണ്, ഒരു സെൻട്രലൈസ്ഡ് ആണോ ഡീസെൻട്രലൈസ്ഡ്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഡിസിഷൻ മേക്കിംഗ് പവർ ഒരാളുടെ കയ്യിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആണ്. പക്ഷെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇറ്റ് സ്പ്രെഡ് ഓവർ ടു എ വെറൈറ്റി ഓഫ് മാനേജേഴ്സ്, അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ആളുകളിൽ മാനേജേഴ്സിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അടുത്തത് ഓപ്പറേഷണൽ നേച്ചർ ആൻഡ് ഡിവിസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ സബ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ സബ് യൂണിറ്റ്സ്. ഇപ്പൊ ഒരു ഓയിൽ ഇൻഡസ്ട്രിയുടെ ഒരു എക്സാമ്പിൾ പറയുന്നു, അതിന് സബ് യൂണിറ്റ്സുകൾ ഉണ്ട്. അതുപോലെ മൾട്ടി ഡിവിഷണൽ ട്രേഡിംഗ് കമ്പനി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ITC, ഒരു കോൺഗ്ലമറേറ്റ് നിങ്ങൾ എടുക്കാം. ഇതെല്ലാം ആക്ച്വലി പല ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ഒരു കമ്പനിയുടെ കീഴിൽ തന്നെ വരുന്നത്. റിലയൻസ് എടുത്ത ഒരു കോൺഗ്ലമറേറ്റ് ആണ്, ITC എടുത്ത് നോക്കാം. സോ ഈ കേസുകളിലെല്ലാം
പല പല ഡിവിഷൻസ് വരുന്നുണ്ട്. സോ അത് കുറെ കൂടി ഡിസൈൻ ചെയ്യുന്നത് കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും rather than sorry, when compared to an entity which solely working on a particular single division. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ്. ഓരോ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിനും ഓരോ സബ് സിസ്റ്റത്തിനും ഡിഫറെന്റ് കൺട്രോൾ സിസ്റ്റം വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു അപ്രോച്ചിൽ പറഞ്ഞു ഓരോ ഫംഗ്ഷൻസിനും ഓരോ കൺട്രോൾ സിസ്റ്റം വേണം എന്നുള്ളത്. അതുപോലെ പീപ്പിൾസ് ആൻഡ് ദെയർ പെർസെപ്ഷൻ, എംപ്ലോയി ഒപ്പീനിയൻസ് ഓഫ് ദി കൺട്രോൾ സിസ്റ്റം മേ ഓൾസോ വേരി. സോ എംപ്ലോയീസിന്റെ പെർസെപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ എന്താണ് അവരുടെ പെർസെപ്ഷൻ അബൌട്ട് ദി കൺട്രോൾ സിസ്റ്റം എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം, 3 ഒബ്ജക്റ്റീവ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ടു കീപ് ട്രാക്ക് ഓഫ് പ്രോഗ്രസ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ നമ്മുടെ എയിം ഉണ്ട്, നമ്മുടെ ഒബ്ജക്റ്റീവ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞു അല്ലെ. അതൊരു പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഒരു എൻറ്റയർ പ്രോസസ്സിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റ് കൺട്രോൾ എന്താ ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും, നമുക്ക് എങ്ങനെ ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം, നമുക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു എൻറ്റയർ പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓരോരുത്തർ എവിടെ എത്തി, ഓരോരുത്തർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിന്റെ അപ്ഡേറ്റ് എന്താണ്, അതിന്റെ പ്രോഗ്രസ് എന്താണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ നമ്മൾ ഫിക്സ് ചെയ്ത ടാർഗറ്റ് അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാം. ഇനി അടുത്ത ഒബ്ജക്റ്റീവ് ടു ഫൈൻഡ് ഔട്ട് വെദർ there are any വേരിയൻസസ്. വേരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് 90 മാർക്കാണ്, എക്സാം കഴിഞ്ഞു 90 ആണ് നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് മാർക്ക് വന്നപ്പോൾ 60 ഉള്ളൂ. സോ വേരിയൻസ് എന്താണ് ശരിക്കും, ഓക്കെ 90 നിന്ന് 60ലേക്ക് എന്തുകൊണ്ട് കുറഞ്ഞു, ഞാൻ ടാർഗറ്റ് ചെയ്ത പോലെയല്ല എനിക്ക് മാർക്ക് കിട്ടിയത്. സോ ആ ഒരു പ്രോസസ് ആണ് ഇവിടെയും വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കുറവ് നമ്മൾ വരുന്നത്? സോ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാകാം. ചില ഫാക്ടേഴ്സ് വിച്ച് വി ക്യാൻ കൺട്രോൾ, ബട്ട് സം ഫാക്ടേഴ്സ് വിച്ച് ആർ ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മുടെ കൺട്രോളിലല്ല ചില ഫാക്ടേഴ്സ്. അപ്പോ അടുത്തത് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് കറക്റ്റീവ് ആക്ഷൻ ഇസ് റിക്വയർഡ്. അതായത് ഓക്കെ ഫൈൻ, വേരിയൻസ് ഉള്ളത് മനസ്സിലായി, മാറ്റങ്ങൾ ഉണ്ട്, ചേഞ്ചസ് ഉണ്ട്, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നിട്ടില്ല. ഓക്കെ, അതിന് കാരണം എന്താണ്, അതിന് റെമഡിയൽ ആക്ഷൻസ് നമ്മൾ എടുക്കണം. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള എറേഴ്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം, അതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അതിന്റെ റെമഡിയൽ ആക്ഷൻ എടുക്കാനായിട്ട് പറ്റും. സോ ഇത് 3 മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം, നമുക്ക് 2 ടൈപ്പ് ആണ് വരുന്നത്. ഒന്ന് ഫോർമൽ, 2 ഇൻഫോർമൽ കൺട്രോൾ സിസ്റ്റം. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് കഴിയും. സോ ഫോർമൽ കൺട്രോൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് തന്നെ എഴുതി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മാനേജ്മെന്റ് തന്നെ ഇഷ്യൂ ചെയ്യുന്നതാണ് ഫോർമൽ കൺട്രോൾ സിസ്റ്റം. മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാൻസ്, മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റ്സ്, റെഗുലേഷൻസ് എല്ലാം ഫോർമൽ കൺട്രോളിന്റെ ഭാഗമാണ്. പലപ്പോഴും ഇത് മാനേജേഴ്സ് തന്നെയാണ് ഇത് ഫ്രെയിം ചെയ്യാറ്. അതുപോലെ ഫോർമൽ കൺട്രോൾ ഇറ്റ് നെസസിറ്റേറ്റ്സ് ദി എക്സിസ്റ്റൻസ് ഓഫ് എക്സ്പ്ലിസിറ്റ് റൂൾസ്, പ്രൊസീജിയേഴ്സ്. കൃത്യമായിട്ട് റൂൾസ് ആണത്, മാനേജേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള റൂൾസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ് ആണ് ഫോർമൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യാനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം, ക്വാളിറ്റി മെയിൻ്റനൻസ് സിസ്റ്റം. ഇതെല്ലാം ഫോർമൽ കൺട്രോളിന് എക്സാമ്പിൾ ആണ്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഫോർമൽ കൺട്രോൾ എന്ന് പറയുന്നത്. മറ്റേത് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഇത് ശരിക്കും എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ നിന്ന് തന്നെ വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കൾച്ചറിൽ നിന്നിട്ട് ആരും എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞ് വെച്ചിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഓരോരുത്തരുടെ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷൻ കൾച്ചറിൽ ഉണ്ടാവുന്ന ഗ്രൂപ്പ് നോംസുകൾ, അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇത് എഴുതി വെച്ചിരിക്കുന്നത് അൺറിട്ടേൺ ആൻഡ് ഇംപ്ലിസിറ്റ് ആണ്. ഇത് എക്സ്പ്ലിസിറ്റ് അല്ല, അൺറിട്ടേൺ റൂൾസ് ആണ്. നോക്കാം, ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ബിഹേവിയേഴ്സ്, ഓരോ എംപ്ലോയീസിന്റെ ബിഹേവിയർ, അവർ ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരുടെ വാല്യൂസ്, ഇത് എത്തിക്സ്, ഇതെല്ലാം ഇൻഫോർമൽ കൺട്രോളിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി അത് തന്നെയാണ് ആക്ച്വലി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഫോർമൽ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഫോർമൽ കൺട്രോൾസിൽ മെയിൻ ആയിട്ട് 3 ടൈപ്സ് വരാം. 1 ഇൻപുട്ട് കൺട്രോൾ, 2 പ്രോസസ് കൺട്രോൾ, 3 ഔട്ട്പുട്ട് കൺട്രോൾ. എന്താണ് ഇൻപുട്ട് കൺട്രോൾ? ഇൻപുട്ട് കൺട്രോൾ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത്, ഒന്ന് ഇൻപുട്ട് കൺട്രോൾ എന്ന് പറയുമ്പോൾ ആക്ഷൻസ് ടേക്കൺ ബൈ ദി ഓർഗനൈസേഷൻ ബിഫോർ എ പ്ലാൻഡ് ആക്ടിവിറ്റി ഈസ് ഇംപ്ലിമെന്റഡ്. നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ആക്ടിവിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് ആണ് ഇൻപുട്ട് കൺട്രോൾ വരുന്നത്. എങ്ങനെ കറക്റ്റ് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നമുക്ക് സാധിക്കും? സോ സെലക്ഷൻ ക്രൈറ്റീരിയ, റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം, ആ ഒരു പ്രൊജക്ടിന് എത്ര ആളുകൾ വേണ്ടി വരും, അതിന്റെ സ്ട്രാറ്റജിക് പ്ലാൻ, അതിന് എത്രത്തോളം റിസോഴ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം, ഇതെല്ലാം ഇൻപുട്ട് കൺട്രോളിന്റെ ഭാഗമായിരിക്കും. പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ
ഫിക്സ് ചെയ്ത പാരാമീറ്റേഴ്സിൽ നിന്നിട്ട് എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഡിസൈർഡ് ഔട്ട്കം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾ പ്രോസസ് കൺട്രോളിൽ. ഔട്ട്പുട്ട് കൺട്രോളിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് റിസൾട്ട്സ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നു, എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ, പ്ലാൻ ചെയ്തതും ആക്ച്വൽ ആയിട്ട് സംഭവിച്ചതും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ റെമഡിയൽ ആക്ഷൻസ് എടുക്കുന്നു. അതാണ് ഔട്ട്പുട്ട് കൺട്രോൾ വരുന്നത്. ഇനി ഇൻഫോർമൽ കൺട്രോൾ സിസ്റ്റം ഞാൻ പറഞ്ഞു, ഇറ്റ്സ് അൺറിട്ടേൺ. ഇത് വർക്കർ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന, എംപ്ലോയീസ് തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അവരുടെ കൾച്ചറിൽ നിന്ന് വരുന്നിട്ടുള്ള കൺട്രോൾ ആണ് ഇൻഫോർമൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതിന് 3 ടൈപ്സ് ആണ് വരുന്നത്. ഒന്ന് സെൽഫ് കൺട്രോൾ, 2 സോഷ്യൽ കൺട്രോൾ, 3 കൾച്ചറൽ കൺട്രോൾ. സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ പേഴ്സണൽ ഒബ്ജക്റ്റീവ് ബൈ ദ ഇൻഡിവിജ്വൽ, മോണിറ്ററിംഗ് എ ടൈം ആൻഡ് അഡ്ജസ്റ്റിംഗ് ദ ബിഹേവിയർ ഇൻ ദ ഓർഗനൈസേഷൻ ടു അറ്റൈൻ ദ ഗോൾ. അതായത് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് മോസ്റ്റ്ലി പേഴ്സണൽ. അത് ഇറ്റ്സ് അൺറിട്ടൺ. ഇത് മറ്റേ ഫോർമൽ പോലെ അല്ല. ഇത് എന്റെ പേഴ്സണൽ ഒരു ബിഹേവിയർ എന്താണ് ഓർഗനൈസേഷനിൽ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ബിഹേവിയർ എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ അപ്ലിഫ്റ്റ്മെന്റ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഗോൾ നമുക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. ഓർഗനൈസേഷണൽ ഗോൾ ഷുഡ് ബി ഇൻ കൺക്ലുവൻസ് വിത്ത് ദി ഇൻഡിവിജ്വൽ ഗോൾ. എപ്പോഴും ഇത് രണ്ടും തമ്മിൽ എന്ത് വേണം? ഒരു ബന്ധം വേണം. ഇൻഡിവിജ്വൽസ് ആഗ്രഹിക്കുന്നത് ഒന്നും ഓർഗനൈസേഷൻ രണ്ടും വേറെ രീതിയും ആവരുത്. ഇത് രണ്ടും കൂടി മാപ്പ് ചെയ്യാനായിട്ട് പറ്റണം. ഇനി സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രിവെയിലിംഗ് സോഷ്യൽ പെർസ്പെക്റ്റീവ്. ഓർഗനൈസേഷനുള്ളിൽ തന്നെ സബ് ഗ്രൂപ്പുകളിൽ ഉള്ള പെർസ്പെക്റ്റീവ് എന്താണ്, അവരുടെ പാറ്റേൺ ഓഫ് ബിഹേവിയർ എന്താണ്, അതാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. സോ അതേസമയം കൾച്ചറൽ കൺട്രോൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ കൾച്ചർ എന്താണ്. സോ ദ കൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ദ ബ്രോഡർ വാല്യൂസ് ആൻഡ് നോർമേറ്റീവ് പാറ്റേൺ ദാറ്റ് ഗൈഡ് ദ വർക്ക് ബിഹേവിയർ. ഒരു വാല്യൂ സിസ്റ്റം എന്താണ്, അതാണ് ഓർഗനൈസേഷൻ. നമ്മൾ പറയുന്നത് ചിലപ്പോ ചില ഈ കൾച്ചർ നല്ല ബെസ്റ്റ് പ്ലേസ് ടു വർക്ക് എന്നുള്ള റാങ്കിങ് ഒക്കെ ഉണ്ട്. സോ അതിലെപ്പോഴും ഇങ്ങനെയുള്ള കമ്പനീസ്, നമ്മുടെ ഓഡിറ്റ് ഫേംസ് ആയിട്ടുള്ള EY, KPMG ഇതൊക്കെ എപ്പോഴും ടോപ്പിൽ എത്താറുണ്ട്. സോ എപ്പോഴും അടുത്ത ഓർഗനൈസേഷൻ കൾച്ചർ നല്ലതാണെന്നാണ് പറയുന്നത്. സോ ആ കൾച്ചർ എന്ന് പറയുന്നത് പാറ്റേൺ ഓഫ് ബിഹേവിയർ എന്താണ്, ഒരു വാല്യൂ സിസ്റ്റം എന്താണ് ഓർഗനൈസേഷനിൽ, അതാണ് കൾച്ചറൽ കൺട്രോൾ എന്ന് ശരിക്കും പറയുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ സിസ്റ്റത്തിൽ നിന്നായിരിക്കും ഈ ഒരു കൾച്ചറൽ കൺട്രോൾ ഡെവലപ്ഡ് ആവുന്നത്. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഇൻഫോർമൽ കൺട്രോൾ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത ഒരു പാർട്ട് വെച്ചിട്ട് നമുക്ക് യൂണിറ്റ് 1 നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പൊ അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു സോ മച്ച്.